ശബരിമലയിൽ പോലീസിന്റെ ആചാരലംഘനത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടി വേണമെന്ന് ഹൈന്ദവ സംഘടനകൾ. സോപാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരിപ്പിട്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിയാണ് പുറത്തുവിട്ടത്. ഇതിലും ആചാരലംഘനത്തിൽ വലിയ വിമർശനം, വലിയ പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഉയർന്നു കഴിഞ്ഞത്. കൃത്യമായ നടപടി ഉദ്യോഗസ്ഥനെതിരെ, ആചാരലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ വേണമെന്നുള്ള ആവശ്യമാണ് ഭക്തജനങ്ങളും ഒപ്പം വിവിധ ഹൈന്ദവ സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നത്. സോപാനത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ആചാര ലംഘനം നടന്നിരിക്കുന്നു. വിശ്വാസികൾ അത്രത്തോളം പരിപാവനമായി, പുണ്യമായി കരുതുന്ന ആ ഒരു സ്ഥലത്താണ്, ആ സോപാനത്തിന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള കൃത്യം, ഒരു ഹീനകൃത്യം പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്നിധാനത്തിന് നിന്നും മിഥുൻ മുരളി ചിരികയാണ്. മിഥുൻ, ജനം ടിവിയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്റെ നടപടിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്, അല്ലേ? മിഥുൻ, കേൾക്കാമെങ്കിൽ. ജനം ടിവിയാണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ആചാര ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. പുണ്യ പരിപാവനമായി ഭക്തർ കാണുന്ന ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ചെരുപ്പിട്ട് നടക്കുന്ന ദൃശ്യങ്ങൾ, വലിയ പ്രതിഷേധമാണ് ഇതിനകം ഉയർന്നു കഴിഞ്ഞത്, അല്ലേ? മിഥുൻ, കേൾക്കാമോ? ശബരിമലയിൽ പോലീസിന്റെ ആചാരലംഘനത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോപാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരിപ്പിട്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിയാണ് പുറത്തുവിട്ടത്. മിഥുൻ മുരളി സന്നിധാനത്തിനും ചിരികയാണ്. മിഥുൻ, കേൾക്കാമോ? കെ പി സുരേഷ്, സംഭവത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. തുടർച്ചയായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ് ഇത് എന്നുള്ള ആരോപണമാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഭക്തജനങ്ങൾക്കിടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉടൻ തന്നെ തക്കതായ നടപടി ഉണ്ടാകണമെന്നാണ് ഭക്തജനങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഇന്നലെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചറും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് വിജി തമ്പിയുമെല്ലാം ഇക്കാര്യത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതാണ്. ഈ വാർത്ത പുറത്തുവിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത്. അവർ ആവർത്തിച്ച് പറഞ്ഞത് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ, ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തുന്ന സംഭവങ്ങൾ ശബരിമലയിൽ ആവർത്തിക്കപ്പെടുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയായി തന്നെ ഉണ്ടാകുന്നു. ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ പോലീസോ സർക്കാരോ സ്വീകരിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായി ഒടുവിലത്തെ സംഭവമായി ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഇന്നലെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. ഇന്നലെ രാത്രി 8:45 കൂടിയാണ് ശബരിമല ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള ഭാഗത്ത് ഏറ്റവും പരമപവിത്രമായി കരുതുന്ന ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചത്. ഈ ഭാഗത്ത് അല്പസമയം നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് ഇവിടെ നിന്നും മാറിപ്പോവുകയായിരുന്നു. ഫ്ലൈ ഓവർ ഭാഗത്ത് നിന്ന ഭക്തജനങ്ങളാണ് ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പിന്നീട് നമുക്ക് കൈമാറുകയും ഒക്കെ ചെയ്ത് ആ ഭക്തജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ സമയത്ത് തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്, അവിടുന്ന് മാറിപ്പോകാൻ അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. 5 മിനിറ്റോളം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീകോവിലിനോട് ചേർന്നുള്ള ഭാഗത്ത്, അതായത് ശബരിമല സന്നിധാനത്ത് അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ശ്രീകോവിലിന് ഏറ്റവും അടുത്തായിട്ടുള്ള പുണ്യപരിപാവനമായിട്ടുള്ള കരുതുന്ന ഭാഗത്താണ് ചെരുപ്പ് ധരിച്ചുകൊണ്ട്, വെള്ള നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ സമയം നിലയുറപ്പിച്ചത്. അവിടെ ഭക്തജനങ്ങളുമായി അദ്ദേഹം സമ്പർക്കം നടത്തുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിനുശേഷം തിരികെ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രിയോടുകൂടി ജനം ടിവി പുറത്തുവിട്ടത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. നേരത്തെ 18-ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് പോലീസ് നടത്തിയതും പോലീസ് മറ്റ് അയ്യപ്പന്മാരോട് മോശമായി പെരുമാറുന്ന സംഭവങ്ങളും ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ നേരത്തെ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ, ഈ പമ്പ ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടപ്പോഴും ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തണം. സർക്കാരും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ് സേനയ്ക്ക് ഒന്നാകെ തന്നെ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് ഡ്യൂട്ടിക്ക് അയക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം. ഏത് രീതിയിലുള്ള ആചാരപരമായിട്ടുള്ള സവിശേഷതകൾ പുലർത്തിക്കൊണ്ട് വേണം ശബരിമല സന്നിധാനത്തെ ഡ്യൂട്ടി അനുവർത്തിക്കാൻ. ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള
കാര്യങ്ങളാണ്, ചിട്ടവട്ടങ്ങളാണ് ഈ ശബരിമലയിൽ നിലനിൽക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാത്രമേ അത് മുൻപരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരായാലും മുൻപരിചയമില്ലാത്ത പുതിയ ആളുകളായാലും ഇവർക്കെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, കീഴ്വഴക്കങ്ങൾ നൽകിക്കൊണ്ട് മാത്രമേ ശബരിമല സന്നിധാനത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്ന് ആവർത്തിച്ച് ഭക്തജനങ്ങൾ, ഹൈന്ദവ സംഘടനകളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും പോലീസ് സേനയോടും എല്ലാം ആവശ്യപ്പെടുന്നു, പരാതികൾ ഉന്നയിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും മാറ്റമുണ്ടാകുന്നില്ല, ആവർത്തിക്കപ്പെടുകയാണ് ഈ സംഭവങ്ങൾ. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പോലീസ് സേനയുടെ ഭാഗത്തുനിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ശബരിമല സന്നിധാനത്ത് പരമപവിത്രമായ ഭാഗത്താണ് ഇത്തരത്തിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ നിലയുറപ്പിച്ചത് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് വലിയ വേദന, അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായി തന്നെ മാറുകയാണ്. ആ പ്രതിഷേധമാണ് ഭക്തജനങ്ങൾ ഇന്നലെ തന്നെ ഈ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തുകയും ചെയ്തത്. കെ പി ശരി, സന്നിധാനത്തിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം മറ്റൊരു ഇടവേള.